ശ്രീമതി ശാലിനി, ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, അതായത് ഈ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സമരം അവസാനിപ്പിക്കൂ എന്ന് മന്ത്രി പറഞ്ഞു എന്ന് താങ്കളും പറയുന്നുണ്ട്. ഇത് മന്ത്രിയും പറഞ്ഞ കാര്യമാണ്. സമരം അവസാനിപ്പിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. എല്ലാ അനുഭാവപൂർണമായി പരിഗണിക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു വർധനവ് ഉറപ്പായും നടത്തും, അല്ലെങ്കിൽ ഒരു നിശ്ചിത തുകയ്ക്കിടയിലുള്ള വർധനവ് നടത്തിത്തരാം, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശമോ ഫോർമുലയോ എന്തെങ്കിലും ഈ ചർച്ചയുടെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല സർ, ഒരു സൂചന പോലും ഞങ്ങളുടെ ആരോഗ്യമന്ത്രി തന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങളുടെ സമരസമിതിയിൽ ഒരു അംഗം ചോദിച്ചപ്പോഴത്തേക്ക് ജനാധിപത്യ സമൂഹത്തിൽ ഇപ്പൊ നിങ്ങൾ വെച്ച ഡിമാൻഡുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന രീതിയിലാണ് മന്ത്രി സംസാരിച്ചത്. ഒരു സൂചന പോലും തന്നില്ല. അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ സർ. അവര് കേന്ദ്രത്തിൽ പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. അടുത്ത ആഴ്ചയില് നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ പോകുന്നുണ്ടാ പറഞ്ഞത്. സർ, നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിക്കേണ്ട ആവശ്യമില്ല. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിന് ചർച്ചയാവാം. പക്ഷേ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരിന്, ഈ തൊഴിലാളി സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സർക്കാരിന് കഴിയും സർ? ഇവരല്ലേ പറഞ്ഞു, ഇവരല്ലേ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ. ഇന്നും ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ, എന്റെ ആശമാരെ വെയിലത്തും മഴയിൽ ഇരുത്താൻ എനിക്ക് ആഗ്രഹമില്ലെന്ന്. ഞങ്ങൾക്കും ഇവിടെ ഇരിക്കാൻ ഒട്ടും ആഗ്രഹമില്ല മാഡം. ഞങ്ങളും കുടുംബവും കുട്ടികളായിട്ടൊക്കെ കഴിയുന്നവരാ. ഞങ്ങൾ കുടുംബത്തോടൊപ്പം കഴിയാൻ തന്നെ ഞങ്ങളെ ഇഷ്ടം. പക്ഷെ 232 രൂപ കൊണ്ട് ഈ ഒരു ആശയ്ക്കും അവരുടെ കുടുംബം പുലർത്താൻ കഴിയില്ല സർ. എല്ലാ ആശമാരും സാമ്പത്തിക ഭദ്രത ഉള്ളവരല്ല സർ. 100 പേരെ എടുക്കുമ്പോൾ അതിൽ 95% പേരും സാമ്പത്തിക പരാധീനം നേരിടുന്നവരാണ്. എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ ഈ ജോലിയിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലിയുടെ സമ്മർദ്ദം മുഖാന്തരം ഞങ്ങൾക്ക് മറ്റു പണിക്ക് പോകാൻ കഴിയുന്നില്ല. ഞാനൊരു അർബൻ ആശയാണ്. എന്തിന് ഏതിന് എപ്പോഴും ഞങ്ങളൊരു മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഡയറിയും കഷ്ടത്തിടുക്കി പോകേണ്ട ഒരു അവസ്ഥയാണ്. ഞങ്ങൾ അതൊക്കെ ഇനച്ചമ്മിനോട് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു പരിഹരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. വെറും വെള്ളത്തിൽ വരച്ച ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നത് താങ്കൾ ഇപ്പോൾ പറഞ്ഞു, എനിക്കും മനസ്സിലാവും ആശാവർക്കർമാരുടെ ജോലി ഭാരത്തെ കുറിച്ച്. പക്ഷെ അവിടെ മന്ത്രി പറയുന്നുണ്ട് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ സമരസമിതിയെ അല്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങിയവരെ എന്നുള്ളതാണ്. അതിലൊന്ന് മന്ത്രി സൂചിപ്പിച്ചത് താങ്കൾ ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് ആശാവർക്കർമാർക്ക് മറ്റു ജോലികൾക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിരുന്നു. അത് കോവിഡ് സമയത്ത് മാത്രമാണ്. അതിനുശേഷം അത് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഈ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. അത് NHOയുമായിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ നിമിഷം വരെ, അതായത് കഴിഞ്ഞ നിമിഷം വരെ ഞങ്ങളുടെ ആശാ വർക്കർമാർ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്, ഞങ്ങളുടെ PHSCകളിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്തെന്ന് വെച്ചാൽ 24/7 എന്നാണ് അവർ പറയുന്നത്. ഇന്ന് അപ്പൊ NHMകാർ പറയുക, നിങ്ങൾ ഡെയിലി അങ്ങനെ ഞങ്ങളെ പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇന്ന് അവർ പറയുന്നു. പക്ഷേ ഞങ്ങൾ ഡെയിലി ഫീൽഡിൽ പോകുന്നവരാണ്. അപ്പൊ മനസ്സിലായില്ലേ സാർ, ഇതാണ് സന്നദ്ധ പ്രവർത്തനവും നിർബന്ധിത ജോലിയും തമ്മിലുള്ള ഒരു കൂട്ടിക്കൊടക്കലാണ് ഇതിനകത്ത് നടക്കുന്നത്. ആ കൺഫ്യൂഷൻ മാറ്റിത്തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതാത് 3 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ യൂണിയൻ നേതാക്കളുമായി, ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ യൂണിയൻ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച് ആശാമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് NHMും മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ, നിൽക്കട്ടെ. പക്ഷെ അതല്ല ഞങ്ങളുടെ ഇപ്പൊ പ്രധാന ഡിമാൻഡ്. 21,000 രൂപ എന്ന ഞങ്ങളുടെ ഓണറേറിയമാണ്, ഞങ്ങളുടെ പെൻഷനാണ്, ഞങ്ങളുടെ റിട്ടയർമെന്റ് ആനുകൂല്യമാണ്. ഇതിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഞങ്ങൾ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. പക്ഷേ സർക്കാരിന് അതിൽ എന്ത് നടപടി എടുക്കാൻ കഴിയുമെന്നത് സർക്കാരാണ് സാർ പറയേണ്ടത്. അതിലേക്ക് വരേണ്ടത്, ഒരു ഒത്തുതീർപ്പിൽ എത്തേണ്ടത് സർക്കാരാണ്. നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കേണ്ടത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ്. അവർ PSC മെമ്പേഴ്സിനെ കൂട്ടിക്കൊടുത്തു. നമ്മുടെ കേന്ദ്രത്തിലിരിക്കുന്ന നമ്മുടെ KV തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് കൂട്ടിക്കൊടുത്തു. ഗവൺമെന്റ് വക്കീലന്മാർക്ക് കൂട്ടിക്കൊടുത്തു. അവരുടെ ഇഷ്ടക്കാർക്കെല്ലാം വാരിക്കോരി കൊടുത്തു. ഞങ്ങൾ ഈ ഒരു വെയിലത്തും പെരുമഴയത്തും ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൺമുമ്പിൽ ഇതൊക്കെ അവർ കാട്ടിക്കൂട്ടിയത്. സാർ, ഞങ്ങൾ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനോ ആരുടെയും മന്ത്രിക്കസര മോഹിച്ച് വന്നവരല്ല സാർ. ഡെയിലി ഞങ്ങളുടെ വീടുകളിൽ അടുപ്പെരിയണം, ഞങ്ങളുടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം, ഞങ്ങൾക്ക് കഴിയണം, ഞങ്ങളുടെ നിത്യ ചിലവുകൾ ഞങ്ങൾക്ക് നടന്നു പോകണം. ഞങ്ങൾ കോടികൾ ആസ്തിയുള്ളവരൊന്നും അല്ല സാർ. ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് മിക്കവരും കഴിയുന്നത്. അതാണ് ഞങ്ങളുടെ അവസ്ഥ.
ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി പോകുമ്പോഴേ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇത്ര രൂപയാണ് കിട്ടുന്നത്. ഇപ്പോഴാണ് ജനം അത് അറിയുന്നത്. ഞങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോകുന്ന ഒരു എംപ്ലോയി എന്ന നിലയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ണാനില്ലെങ്കിലും ഞങ്ങൾ നല്ല ഡ്രസ്സ് ചെയ്ത് മുഖത്തൊരു പുഞ്ചിരിയായി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും പോകുന്നവരാണ്. ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് NHM ഓഫീസിൽ പോയപ്പോൾ വ്യക്തിപരമായി ഞങ്ങൾ 2 ആശമാരും ഞങ്ങൾ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് ഡയാലിസിസ് ചെയ്യുന്നു. ഞാൻ എന്റെ കുടുംബ പ്രശ്നവും അവരോട് പറഞ്ഞു, സാർ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ അവർക്കും അതിൽ ഒരു അനുകൂലമായ ഇതുണ്ട്. പക്ഷേ ഗവൺമെന്റ് പറയുന്നത് ഒരു ഗവൺമെന്റ് സ്റ്റാഫിന് അനുസരിക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് NHM എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് കൊടുക്കുന്നത്.